ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നത്. നമുക്ക് ചായക്കും നാസ്തക്കെല്ലാം കഴിക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. അതിന് വേണ്ടി ഞാൻ 2 കപ്പ് ജീരകശാല റൈസ് ഒന്ന് കുതിർത്തി വെച്ചിട്ടുണ്ട്. ഒരു 4 മണിക്കൂർ ഒന്ന് കുതിർത്ത് വെക്കുക. അപ്പോൾ നല്ല കഴുകി വൃത്തിയാക്കിയിട്ടാണ് ഞാൻ കുതിർത്ത് വെച്ചത്. അപ്പോൾ നമ്മൾ ബിരിയാണി റൈസാണ് ഇതിലെടുക്കേണ്ടത്, ജീരകശാല റൈസ്. അതന്നെ എടുക്കാൻ നോക്കുക, നല്ല ടേസ്റ്റ് ആയിരിക്കും അതെടുത്ത് കഴിഞ്ഞാൽ. വൈറ്റ് റൈസിനെ കൊണ്ടല്ലേ ഇതാക്കും, പക്ഷേ ജീരകശാല റൈസിനെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇത് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഒരു 4 മണിക്കൂർ ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കാം. മിക്സിൻ്റെ വലിയ ജാറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാനൊരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. 1 കപ്പ് തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു മുട്ട എടുക്കാം. ഞാനൊരു മുട്ട എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം കൂടിപ്പോവരുത്, കൂടുകയും ചെയ്യരുത്, കുറയുകയും ചെയ്യരുത്. നല്ല കട്ടിയിൽ അരിഞ്ഞു പോകരുത്, നല്ല ലൂസിലും അരിഞ്ഞു പോകരുത്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടുന്നത്. ഇതേപോലെ ഈ ഒരു തിക്കിൽ വേണം നമ്മൾ ബാറ്റർ. അധികം ടൈറ്റും ആവരുത്, അധികം ലൂസും ആവരുത്. വെള്ളം ഒഴിക്കുമ്പോൾ കൂടിപ്പോവാതെ നോക്കുക. ഈ ഇതിൽ ആവശ്യത്തിൽ ഉപ്പിട്ട് കൊടുക്കുക, നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ ആവശ്യത്തിന് ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂർ നമുക്ക് വെക്കാം. ഇനി ഇതിന് വേണ്ടിയിട്ട് ഞാൻ ബീഫാണ് എടുത്തിരിക്കുന്നത്. ഇതിനൊരു മസാല വേണം. അപ്പം ഞാൻ ബീഫ് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഉപ്പും മഞ്ഞളും മുളകും ഇട്ടിട്ടൊരു 4 വിസിൽ ബീഫ് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഫ്രൈ ചെയ്യാൻ ഇട്ട് കൊടുക്കാം. ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് വേവിച്ച് ബീഫ് തന്നെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പക്ഷെ ഞാൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ വേറെ മസാലകളൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല, വേവിക്കുമ്പോഴുള്ള മസാല തന്നെയാണ്. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ബീഫ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ആ കടായിൽ തന്നെ 2 സവാള, മീഡിയം സൈസ് 2 സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഓയിലിൽ തന്നെ നമുക്കൊന്ന് ഈ സവാളയും വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ സ്വതവേ ഇറച്ചിപ്പത്തിലിനൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു മസാല തന്നെയാണ് ഇതിന് വേണ്ടുന്നത്. ആ കാര്യങ്ങൾ തന്നെയാണ് വേണ്ടത്. അപ്പോൾ ഒന്ന് സവാള വാടാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് എടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്നെല്ലാം മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലെ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ എല്ലാം പച്ചമണം മാറുന്നവരെ ഒന്ന് മിക്സായി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഉള്ളിയെല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. കുറച്ച് ഗരം മസാല ഇട്ടിട്ടുണ്ട്. ഗരം മസാല നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ഇട്ടാൽ മതി. ഒരു ചെറിയ ടീസ്പൂൺ പെപ്പർ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് സവാളയും മസാലയെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലോട്ടേക്ക് നമ്മൾ ഫ്രൈ ചെയ്തിട്ട് ബീഫ് ഒന്ന് ഞാൻ നല്ലോണം പിച്ചി എടുത്തിട്ടുണ്ട്. ഇനി അത് ഇതിലോട്ടൊക്കെ ഇട്ട് കൊടുക്കുക. വേണമെങ്കിൽ ഒന്ന് മിക്സിയിൽ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയാൽ മതി. പക്ഷെ ഞാൻ ഇത് പിച്ചി എടുത്തതാണ് കൈനെ കൊണ്ട്. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മസാല റെഡിയായി. ഇത് നമുക്ക് ചിക്കനെ കൊണ്ടും അല്ലെങ്കിൽ കൊഞ്ചനെ കൊണ്ടെല്ലാം ചെയ്യാം. നല്ല ടേസ്റ്റ് ആയിരിക്കും ചിക്കനും കൊഞ്ചനെല്ലാം ഇട്ടാക്കിയാൽ. ഇപ്പം ഞാൻ ഇവിടെ ബീഫ് കൊണ്ടാണ് ചെയ്തത്. ഇനി നമുക്ക് ഇതുപോലെ ഇഡ്ഡലി തട്ടെടുക്കാം. ഞാൻ ഇഡ്ഡലി തട്ടാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് ഓയിൽ ഇങ്ങനെ എല്ലാവരുടെയും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ എല്ലാ തട്ടിൻ്റെ അടുത്തും ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഓയിൽ.
നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ അരിൻ്റെ ബാറ്റർ ഉണ്ടല്ലോ, അതൊന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് ഇതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം, മുഴുവനായിട്ട് ഒഴിക്കരുത്. ഇതുപോലെ കുറച്ച് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ എല്ലാവരെയും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മസാല ഇടാനൊരു സ്ഥലം ഉണ്ടാവില്ല. അത് മാത്രമല്ല, മസാല ഇട്ട് കഴിഞ്ഞാൽ അരി തേച്ച് മുഴുവനും പുറത്തേക്ക് പോകും. അപ്പോൾ നമ്മളിത് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കരുത്. ഇനി ഇതിൻ്റെ മേലെ നമ്മളാക്കി വെച്ച് മസാല ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനൊരു കുറച്ച് മസാല, 1 ടീസ്പൂൺ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടുതലായി പോരുത്, അപ്പോൾ പുറത്തേക്ക് വരും. ഈ ഒരു രീതിയിൽ എല്ലാ മസാലയും ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഞാൻ എല്ലാ തട്ടും ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്നൊരു 10-15 മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ കറക്റ്റ് എനിക്ക് 15 മിനിറ്റാണ്. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം വേവിക്കാൻ. ഇപ്പോൾ കറക്റ്റ് 15 മിനിറ്റ് കൊണ്ട് എനിക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഒന്ന് ചൂടാറിയിട്ട് വേണം ഇതൊന്ന് അടർത്തിയെടുക്കാൻ. ഇതുപോലെ എല്ലാം ഒന്ന് അടർത്തിയെടുക്കാം. ഇപ്പോൾ ചൂടാറാൻ കാക്കണം, അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോവും. അങ്ങനെ കറക്റ്റ് വന്നിട്ടുണ്ട്. ഇതുപോലെ എല്ലാം നമുക്ക് അടർത്തിയെടുക്കാം. ഇപ്പോൾ ഹൈ ഫ്ലെയിമിൽ 15 മിനിറ്റാണ് ഇതിൻ്റെ വേവിൻ്റെ സമയം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വേവിക്കുന്ന സമയത്ത് തുറന്നു നോക്കണ്ട. കറക്റ്റ് 15 മിനിറ്റ് കഴിഞ്ഞാൽ എന്തായാലും ആയിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്, നല്ല ടേസ്റ്റ്. ചിക്കൻ വെച്ചിട്ടാണെങ്കിലും ബീഫ് വെച്ചിട്ടാണെങ്കിലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ഇതുപോലുള്ള നല്ല റെസിപ്പീസായി വരുന്നവരെ ബൈ.